ഹലോ എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളുടെ ഇന്ന് 1-ാം തീയതി, ഓഗസ്റ്റ് 1-ാം തീയതിയാണ്. അപ്പം ഞങ്ങൾ നാളെ തൊമ്മക്കുട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡഡിൽഡോറിലേക്കൊരു ട്രിപ്പാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 to 5.5 hour ഉണ്ടായിരുന്നു ജേർണി. നമ്മൾ ഏർലി മോർണിംഗിൽ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം ഏകദേശം സമ്മർ ടൈം ആയതുകൊണ്ട് നേരത്തെ തന്നെ നേരം വെളുക്കും. ഏകദേശം 5 മണിയൊക്കെ ആകുമ്പോഴേ തന്നെ നമുക്ക് ലൈറ്റൊക്കെ വരും. അപ്പം ഞങ്ങളിപ്പോൾ ഒരു 6 മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പം പോകുന്ന വഴിക്കുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. തൊമ്മക്കുട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഈ പ്രാവശ്യം ഞങ്ങൾ വലിയ പാർട്ടി ഒന്നും നടത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ 3 പേര് മാത്രമായിട്ടുള്ളൊരു പ്രൈവസിയിൽ ഞങ്ങൾക്ക് ബർത്ത്ഡേ ആഘോഷിക്കാനാണ് ആഗ്രഹം. അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 9:30 ആയി. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി സർവീസസിൽ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്, അത് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് മുന്നേ ഇവിടെ ഷോപ്സും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി ഫ്രഷപ്പൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളൊന്ന് ഷോപ്സിലൊക്കെ പോയി. ഇവിടെ അത്യാവശ്യം കുറേ ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ തൊമ്മൂനൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിക്കുകയോ നടത്തുകയൊക്കെ ചെയ്തു. കൊച്ചു വണ്ടിക്കകത്ത് തന്നെയല്ലേ ഇരുന്നത്. അപ്പോൾ അവനൊന്നൊരു റീഫ്രഷ്മെൻ്റ് ആയി. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. ഫൈനലി നമ്മൾ ഹോട്ടലിലെത്തി. പൂൾ നോർത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഹോട്ടൽ എടുത്തത്. നമ്മൾ പ്രയറായിട്ട് പ്രീമിയറിനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം എത്തിയപ്പോഴേക്കും ഒരു 1 o'clock ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി വന്നതുകൊണ്ട് കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ നമ്മളിനിയിപ്പോൾ സാധനങ്ങളൊക്കെ വെച്ചൊന്ന് ഫ്രഷപ്പായി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് 4 o'clock നമ്മളൊരു ക്രൂസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്രൂസിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് സ്പീഡപ്പ് ആക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ച് ഇനിയിപ്പം കുറച്ച് സ്പീഡപ്പായിട്ട് പോകണം. കാരണം അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് 3:30 അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ പൂൾ കീ
കീയിലെത്തി. ആക്ച്വലി നമ്മുടെ വണ്ടി അവിടെ ഹോട്ടലിൽ ഇട്ടിട്ട് നമ്മളൊരു ഊബറിനാണ് ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിൻ്റെ ഡ്രൈവേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ ഭയങ്കരമായിട്ട് ചാർജ് ചെയ്തു. നമുക്കിങ്ങോട്ട് വണ്ടി കൊണ്ടുവരാവുന്നതേ ഉള്ളൂ, ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് വന്നതുകൊണ്ട് നമുക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിരുന്നു. കാരണം ഞങ്ങളാണെങ്കിൽ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്രൂസിൽ സ്റ്റാർട്ടാവാൻ പോവുകയാണ്. അനൗൺസ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. തുമ്മുവാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ വെള്ളവും ബോട്ടും ഈ കാറ്റും എല്ലാം കൂടെ അടിച്ചിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇനി നമുക്ക് നമ്മുടെ ക്രൂസ് വിശേഷങ്ങളൊക്കെ കാണാം. ഈ ക്രൂസിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രൈവറ്റ് ഐലൻഡ്സ്, വി ക്യാൻ ടേക്ക് ദ മാൻഷൻസ്, പിന്നെ ജുറാസിക് കോസ്റ്റ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വ്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഈ പൂൾ കീയിലേക്കുള്ള ട്രാവൽ ഞങ്ങൾക്ക് ബോണസായിട്ട് കിട്ടിയതാണ് ഈ പായ്ക്കപ്പൽ കാണാൻ പറ്റിയത്. ആക്ച്വലി ഇത് ഇംഗ്ലണ്ടിലെ കോസ്റ്റൽ ഏരിയസിലൂടെയൊക്കെ ട്രാവൽ ചെയ്ത് ഇപ്പോൾ പൂൾ കീയിൽ എത്തി നിൽക്കുകയാണ്. ഇത് 2-3 ആഴ്ച മുന്നേ സ്കാർബ്രോയിലുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ പൂൾ കീയിൽ എത്തിയപ്പോൾ നമുക്ക് കാണാൻ പറ്റി. നമ്മളിതൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പെട്ടെന്ന് കാണാൻ പറ്റിയൊരു സന്തോഷം. ഞങ്ങൾ ഇതിനകത്ത് കയറുന്ന ഒരു ടിക്കറ്റൊന്നും എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഹൈറ്റ് ഇച്ചിരി പേടിയാണ്. പിന്നെ ഞാനാണെങ്കിലും ഇവനെ വെച്ചുകൊണ്ട് കയറുന്ന കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അത് ഞാൻ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. പിന്നെ ഇതിനകത്ത് ആൾക്കാർ ചെയ്യേണ്ട ഈ പൈറേറ്റ്സിൻ്റെ ഈ മൂവിക്കകത്തുള്ള പോലെ അതുപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് അവർ താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം അവരുടെ കൂട്ടത്തിൽ. അങ്ങനെ നമ്മളിപ്പോൾ പൂൾ കീയിൽ നിന്ന് തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ഇനി അടുത്ത വിശേഷങ്ങളുമായി കാണാം. അങ്ങനെ ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് August 2. ഇന്ന് തൊമ്മുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അപ്പയും മോനും കൂടെ എണീറ്റ് ഇങ്ങനെ രാവിലെ ഇരിക്കുവാണ് ബർത്ത്ഡേ ബോയ്. വരുന്നുണ്ടോ വർത്തക്കാരൻ? നമുക്ക് റെഡിയായി പോവാം. ഇങ്ങനെ നോക്കുന്ന അമ്മനെ. അപ്പോൾ ഇന്ന് നമ്മൾ തൊമ്മുക്കുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഡർഡിൽഡോറിലേക്ക് പോവാണ്. അപ്പോൾ രാവിലെ എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ മേക്കപ്പ് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഹാഫ് ആൻ അവർ മുന്നേ തന്നെ പറഞ്ഞു നീ വേഗം തന്നെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തോളാം. അങ്ങനെ മേക്കപ്പിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡിയായി. ഞാനിന്ന് 10-15 മിനിറ്റിനുള്ളിൽ സെറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. തൊമ്മുന് ഉറക്കം ശരിയായില്ലെന്നൊന്ന് വായിക്കോട്ടേക്ക് വിടുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മളിനിപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഡർഡിൽഡോറിലേക്ക് യാത്രയാവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഡർഡിൽഡോർ
ഡോറിൽ ചെന്നിട്ട് നമുക്ക് തൊമ്മുക്കുട്ടൻ്റെ കേക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് മുറിക്കാം. അപ്പോൾ എനിക്കാണെങ്കിൽ എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചതൊന്ന് വീണ്ടും വീണ്ടും ഡൗട്ടാണ്. കാരണം നമ്മൾ കേക്ക് കുറച്ച് സാധനങ്ങളെല്ലാം എക്സ്ട്രാ നമ്മുടെ ബാഗിനകത്ത് കുത്തി കയറ്റുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് നമുക്ക് ഇനിയിപ്പം ഡർട്ടി ഡോറിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 8 o'clock ആവാറായപ്പോഴേക്കും 8 o'clock കഴിഞ്ഞു. 8:30 എന്ന് തോന്നുന്നു. അപ്പോഴേക്കും നമ്മൾ ഡർട്ടി ഡോറിലെത്തി. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നുള്ളൂ. ഇച്ചിരി നേരത്തെ വന്നില്ലെങ്കിൽ നമുക്ക് പാർക്കിംഗ് കിട്ടത്തില്ല കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ വരണം. വെൽക്കം ടു ഡർട്ടി ഡോർ. ഇതൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. അപ്പോൾ നമ്മൾ ഈ താഴത്തേക്ക് പോകുന്ന വഴിക്കൂടി തന്നെ 2 ബീച്ചിലേക്ക് നമുക്ക് പോവാം. ഒന്ന് മാനോവറും ഒന്ന് ഡർട്ടി ഡോറും. രണ്ടിനും ഒരു ജസ്റ്റ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരു ഡീവിയേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ താഴം വരെ നമ്മളെല്ലാം രണ്ടിടത്തേക്കും സെയിം വഴി കൂടി തന്നെ നമ്മൾ പോകണം. അപ്പോൾ അതാണ് മാനോവറിനും കൂടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തായാലും 2 ബീച്ചിലും ഇറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഈ ഇറക്കം ഒരു ഇച്ചിരി ഡിഫിക്കൽട്ടാണ് കേട്ടോ. എങ്ങാനും ഒരു ജസ്റ്റ് സ്ലിപ്പായാൽ നമ്മൾ ഇച്ചിരി താഴെ വീഴും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ താഴത്തേക്ക് പോവാണ്. നല്ലൊരു അടിപൊളി വ്യൂ ആണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമുക്കത് ശരിക്കും പറയാം, ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടേ പിന്നെ കൂളിംഗ് ഗ്ലാസ് അങ്ങ് മാറ്റിയപ്പോഴേക്കും എൻ്റെ പൊന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു സീനായിരുന്നു. എൻ്റെ പൊന്നെ പറയാൻ പറ്റത്തില്ല. അതുപോലെയാണ്. ഇത് കണ്ടോ, ഇതാണ് മാനോവർ ബീച്ച്. ഇവിടെ നമുക്ക് ആ കാണുന്ന ചെറിയ വഴി കൂടി ഇങ്ങനെ പാമ്പ് പോലെ ഇരിക്കുന്ന വഴി കൂടി ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങണം. അപ്പോൾ നമ്മൾ ഡർട്ടി ഡോറിലാണ് ഈ കാണുന്നത്. നമ്മുടെ ഡർട്ടി ഡോറിലേക്കാണ് ആദ്യം ഇറങ്ങുന്നത്. നമ്മൾ ഡർട്ടി ഡോറിലേക്ക് ഇറങ്ങി ഇനി തൊമ്മുക്കുട്ടൻ്റെ കേക്ക് മുറിക്കാനുള്ള പ്രിപ്പറേഷനൊക്കെയാണ് ഈ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി തൊമ്മുക്കുട്ടൻ്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കാം. ഇങ്ങോട്ട് നീങ്ങിയിരിക്കണേ. ഇപ്പൊ തൊമ്മ നിൽക്കുന്നിടത്ത് ബർത്ത്ഡേ ബോയുടെ തലയിൽ നോക്ക്. ബർത്ത്ഡേ ബോയ് ബർത്ത്ഡേ ബോയ് കറക്റ്റ് അല്ലല്ലോ. ബർത്ത്ഡേ ബോയ് ചില പൊക്കെ ഞാൻ പിടിക്കാം. അവിടെ തല തിരിഞ്ഞേ കാണത്തുള്ളൂ. അയ്യോ, ഹാപ്പി ബർത്ത്ഡേ. കട്ടി തൊമ്മു പിടിക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ തൊമ്മു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ചാനൽ വെച്ച് കൊടുക്കുക. ഒരു മിനിറ്റ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ തൊമ്മു. ഹാപ്പി ബർത്ത്ഡേ ടു യു. നല്ലതാണോ പൂപ്പ? നല്ലതാണോ? അപ്പക്കന്ന് അമ്മയ്ക്കതാ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ചിട്ട് തൊമ്മുക്കുട്ടനായിട്ട് ഞങ്ങളൊന്ന് ബീച്ചിലിറങ്ങി. തൊമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. തൊമ്മൊന്നും കയറി പോരുന്നുണ്ടായിരുന്നില്ല. തൊമ്മ ഭയങ്കരമായിട്ട് ബീച്ചിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പോൾ അങ്ങനെ നമ്മൾ ഇനിയിപ്പം മാനോവറിലേക്ക് പോവാണ്. അപ്പോൾ ഡഡിൽ ഡോർ നമുക്ക് ഒരുപാട് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി. ഒരു പ്രാവശ്യം കൂടി വരണം എന്ന് ഞാൻ വെച്ചാൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിനി ഒരു പ്രാവശ്യം കൂടി വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മളിനിയിപ്പോൾ മാനോവറിലേക്ക് പോവാണ്. അപ്പോൾ ഈ കാണുന്നതാണ് മാനോവർ ബീച്ച്. ഇപ്പോൾ താഴത്തേക്ക് കാണുന്ന ആ വഴി കൂടി നമ്മൾ ഇറങ്ങി അങ്ങ് പോകണം. അപ്പോൾ ഒരു കയറ്റം കയറി വന്നുകൊണ്ട് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വേണമെന്ന് അടുത്തതിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോയത്. അങ്ങനെ നമ്മൾ താഴെ എത്തി. ചാനും തൊമ്മും കൂടി വെള്ളത്തിലിറങ്ങി ഭയങ്കര കളിയാണ്. തൊമ്മുവിനെ പെബിൾസാണ്, ഇത് പെബിൾസ് ബീച്ചാണ്, രണ്ടും പെബിൾസ് ബീച്ചാണ്. നമുക്ക് കല്ലുകളാണ്, പക്ഷേ നമ്മുടെ സാധാരണ സാൻഡായിട്ടുള്ള ബീച്ചിനേക്കാളും കുറച്ചുകൂടി കാൽവേദന എടുക്കും. നമുക്ക് നന്നായിട്ട് കാൽവേദന എടുക്കുന്നുണ്ടായിരുന്നു ഈ പെബിൾസിൽ ചവിട്ടിയപ്പോഴേ. അത് ആ കാണുന്ന ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ആ മണ്ടേന്ന് എല്ലാവരും കൂടെ താഴത്തൂടെ ഇങ്ങനെ കുഞ്ഞൊരു വഴി കൂടി ഇങ്ങനെ ഇറങ്ങിയാണ് ഈ താഴെ എത്തുന്നത്. അപ്പോൾ അതായത് തൊമ്മുക്കുട്ടൻ ഇങ്ങനെ ആ പെബിൾസൊക്കെ കല്ലൊക്കെ അങ്ങോട്ട് എറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ ഈ ബീച്ചിലൊരു എക്സ്പീരിയൻസ്. അങ്ങനെ അപ്പോൾ ഈ കാണുന്ന ഈ സ്പോട്ടിൽ നിന്ന് ആ വശത്തേക്ക് പോകുന്നതാണ് മാനോവർ, തൊട്ടപ്പുറേ കാണുന്നതാണ് ഡഡിൽ ഡോറിലേക്കുള്ള വഴി. അപ്പോൾ ഈ ഒരു ഒറ്റ സ്പോട്ടിലെത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഡീവിയേറ്റ് ചെയ്ത് പോവാണ്. അങ്ങനെ തൊമ്മുക്കുട്ടൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ഞങ്ങൾ വെൽ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ തൊമ്മുക്കുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മളിനി ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഡേ 2 ഇവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യുന്നില്ല. നമ്മുടെ ഡേ 2ൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്. ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ബൈ ബൈ.